രാജ്യത്തിന്റെ 75ാം റിപ്പബ്ലിക് ദിനമാണ് ഇന്ന്. കർത്തവ്യപഥിൽ രാവിലെ 8 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തിയതോടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനത്തിലെ വിശിഷ്ടാതിഥിയായി എത്തിയത്. കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് പരേഡിൽ 77,000-ലധികം പേരാണ് സാക്ഷ്യം വഹിക്കാനെത്തിയതെന്ന് സർക്കാർ പ്രതീക്ഷ. വലിയ സുരക്ഷാ വിന്യാസങ്ങളാണ് രാജ്യമെമ്പാടും സജ്ജീകരിച്ചിരിക്കുന്നത്. വിപുലമായ ഒരുക്കങ്ങളാണ് റിപ്പബ്ലിക് ദിനത്തിനായി ഡൽഹിയിൽ നടത്തിയിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ കൂടാതെ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾക്കും റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് ക്ഷണമുണ്ട്. രാജ്യത്തിൻ്റെ പ്രതിരോധശേഷി വിളിച്ചോതുന്ന സൈന്യത്തിൻ്റെ അഭ്യാസ പ്രകടനങ്ങളും കർത്തവ്യപഥിൽ അരങ്ങേറുകയും ചെയ്യും. അതേസമയം റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ നടപ്പാക്കുന്ന ട്രാഫിക് ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പോലീസ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് നഗരത്തിലെ ഗതാഗത നിയന്ത്രണം ലഘൂകരിക്കാൻ കഴിയുമെന്നാണ് ഡൽഹി പോലീസിന്റെ വിലയിരുത്തൽ. ഡൽഹി പോലീസിന് പുറമെ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ രാവിലെ 8:30 ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന, NCC, സ്കൗട്ട്, ഗൈഡ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു. ഇതിനുശേഷം ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേന ഹെലികോപ്റ്ററിൽ ആകാശത്ത് പുഷ്പവൃഷ്ടി നടത്തി. റിപ്പബ്ലിക് ദിന പരേഡിന് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ ദേശഭക്തി ഗാനാലാപനം ഉണ്ടായിരുന്നു. തലസ്ഥാനത്തെ ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടിയും ഗവർണറോടൊപ്പം പങ്കെടുത്തു. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിച്ചു. 9:30 നിയമസഭയിൽ സ്പീക്കർ AN ഷംസീറും രാജ്ഭവനിൽ ഗവർണറും പതാക ഉയർത്തി. 10:30 KPCC ആസ്ഥാനത്ത് UDF കൺവീനർ MM ഹസൻ ദേശീയ പതാക ഉയർത്തുക.